കുടുംബത്തെയും നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. കത്തിജ്വലിക്കുന്ന നരകത്തെ തൊട്ട് സൂക്ഷിച്ചു കൊള്ളുക. ഇത് ഖുർആന് പണ്ടേ പറഞ്ഞതാണ്. അത് പറഞ്ഞപ്പോ മുസ്ലിയാരെ നിങ്ങൾക്ക് കൈമടക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ വഅദ് പറയുകയാണെന്ന് പറഞ്ഞ് നീ അതിനെ പുറങ്കാല് കൊണ്ട് തട്ടിമാറ്റിയപ്പോ ഇന്ന് നിന്റെ മക്കൾക്ക് ജാമ്യമെടുക്കാൻ വേണ്ടി നീ നട്ടോട്ടമോടുകയാ. ഈ ദുനിയാവിന്റെ ജയിലിലേക്ക് നിന്റെ മക്കളിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളെയും റിക്രൂട്ട് ചെയ്യപ്പെട്ടതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് ശിരസാവഹിക്കാതിരുന്നാൽ ഏതൊരുപ്പയും ഏതൊരുമ്മയും അതാ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചതേ തീരോ. ഇത് ദുന്യവിയായ അനുഭവം മാത്രമാണെങ്കിൽ വരാനിരിക്കുന്ന അനുഭവം തടുത്തിട്ട് നിർത്താൻ പറ്റില്ല പെങ്ങളെ. വരാനിരിക്കുന്ന അപകടം നമുക്ക് വക്കീലന്മാരെ കൊണ്ട്, അഡ്വക്കറ്റിനെ കൊണ്ട്, രാഷ്ട്രീയ നേതാക്കളെ കൊണ്ട്, സ്വാധീനം കൊണ്ട്, പണം കൊണ്ട്, പുരോഗതി കൊണ്ട്, ഭൗതികമായ ഉയർച്ച കൊണ്ടൊന്നും തടുത്തിട്ട് നിർത്താൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല. ആലോചിച്ചു കൊള്ളണം. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ഉത്തരവാദിത്ത ബോധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. മനുഷ്യ, നീ അല്ലാഹുവാകുന്ന നിന്റെ സൃഷ്ടാവിനെ സൂക്ഷിക്കണം, അവനെ ഭയപ്പെടണം. നീ ഒരു വാപ്പയായി ജീവിക്കുമ്പോ നീ അതാ വലിയ മസ്ഊലാണ്, റാഇയാണ്. നിനക്ക് അല്ലാഹു ഖൽബിന്റെ സ്ഥാനത്ത് നിയോഗിച്ചു തന്ന, നിനക്ക് വലിയ സമ്മാനമായി തന്ന നിന്റെ പൊന്നുമോനുണ്ടല്ലോ, നിന്റെ പൊന്നുമോളുണ്ടല്ലോ, അത് അല്ലാഹു നിനക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. അനുഗ്രഹത്തിന് നീ നന്ദിയുള്ളവനാവണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ, നിനക്ക് അല്ലാഹു ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചു തരികയാണെങ്കിൽ ആദ്യമായി ആ കുഞ്ഞിന്റെ ചെവിട്ടിലേക്ക്, കാതിലേക്ക് നീ കേൾപ്പിക്കേണ്ട വാക്കേതാ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മോനെ, അല്ലാഹുവാണ് വലിയവൻ കേട്ടോ. അഹങ്കാരത്തിനെതിരെ ലോകത്ത് പ്രയോഗിക്കാനുള്ള ആത്മീയമായ പരിച, ഇവിടത്തെ അന്ധകാരത്തിനെതിരെ, സാമൂഹിക ചിന്തകൾക്കെതിരെ, ഇവിടത്തെ അയൽവാക്ക ഭിന്നിപ്പിനെതിരെ, സാമുദായിക കലാപത്തിനെതിരെ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഭിന്നിപ്പിനെതിരെ, മാതാപിതാക്കൾക്കിടയിലുള്ള ഭിന്നിപ്പിനെതിരെ, രാഷ്ട്രീയമായ ചേരുതിരിവിനെതിരെ, ലോകത്തെ മുഴുവൻ ആളുകളെയും മനസാന്തരത്തിലേക്ക് ഇടിമുഴക്കമായി വരേണ്ട വാക്കാണ്. നീ ആരും ഇവിടെ വലിയവനല്ല. ഒരു പണക്കാരനും ഒരു മന്ത്രിയും ഒരു MLA-യും ഒരു MP-യും ആരും ഇവിടെ വലിയവനല്ലടോ. വലിയവൻ ആരാണ്? അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് വലിയവൻ. ആ വലിയവൻ എന്ന് പറയാൻ എല്ലാ യോഗ്യതയും ഉള്ളവനാണ് റബ്ബ് തആല. അതുകൊണ്ട് ആ റബ്ബിന്റെ മഹത്വം നിന്റെ കുഞ്ഞിന്റെ കാതിലേക്ക് ഒരു ഇടിമുഴക്കമായി വന്നാൽ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവാകുന്ന സൃഷ്ടാവായ റബ്ബല്ലാതെ ആരാധനയ്ക്ക് അർഹതപ്പെട്ടവനില്ല. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ തിരുദൂതരാണ്. ഇസ്ലാം പറഞ്ഞു തരാനുള്ള യോഗ്യതയുള്ള നേതാവാണ്. അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ വലിയ ആലം മിനന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇൽമുള്ള ആളാണ്. റസൂലുള്ളാഹി ഇലൈക്കും ജമീആ, നിങ്ങളിലേക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ട നേതാവാണ് റസൂലുള്ളാഹ്. അതാണ്
നീ ആദ്യമായി നിന്റെ പരിശുദ്ധമായ ദീൻ ആചരിച്ചു കൊള്ളണം. അല്ലിമൂ ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഅബരി തങ്ങൾ പറഞ്ഞു, കുഞ്ഞളെ മനസ്സിലേക്ക് ചിത്രീകരിച്ചു കൊടുക്കേണ്ടത് അല്ലാഹുവിനെയും അവന്റെ അതങ്ങ് ഒരാളെ കൽബിലേക്ക് കടന്നു വന്നാൽ പിന്നെ ആ കൽബിലേക്ക് പിശാചിന് പെർമിഷൻ ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ അവിടുന്ന് പരിശുദ്ധമായ ബാങ്കിന്റെ ധ്വനിമന്ത്രം ഒരു കുഞ്ഞിന്റെ കാതിലേക്ക് മുഴഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബാങ്ക് കേൾക്കാൻ പാടില്ലാത്ത ആളാരാണ്? ബാങ്ക് കേൾക്കാൻ പാടില്ലാത്ത വിഭാഗമാരാണ്? ഏത് തലച്ചോറുള്ളവനിക്കും അറിയാം, ഏത് മുസ്ലിമിനും അറിയാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു വീട്ടിൽ നിന്നല്ലെങ്കിൽ ഒരു പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ അതാ തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് ഓടുന്ന ആളാരാണ്? ബാങ്കിനെ എതിർക്കുന്നവനാരാണ്? അവൻ ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹ്. മുസ്ലിമീങ്ങൾക്ക് അവൻ പണ്ടേ ശത്രുവാണ്. അവനെ കരുതിയിരിക്കാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ, അല്ലാഹുവിന്റെ ദീനിൽ മറിമായം ചേർത്ത് അതാ പിഞ്ചു മക്കളെ പോലും അതാ കവർന്നെടുത്ത് പരിശുദ്ധ ദീനിന്റെ പരിശുദ്ധമായ പാതയിൽ നിന്ന് തെറിപ്പിച്ച് കളയാനുള്ള ശ്രമം പല ഭാഗത്തിൽ നിന്നും നടക്കും. പെട്ടുപോവണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയമുണ്ടെങ്കിൽ അത് ക്രമേണ പറയാം. ഞാൻ എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കടക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് താക്കീത് ചെയ്തിട്ടുള്ളതാണ്. സൂറത്തുൻ നഹ്ലിൽ കാണാം, അല്ലാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ട വലിയ അനുഗ്രഹമാണ് ഒരാൾക്ക് മക്കൾ ഉണ്ടാകുക എന്നുള്ളത്. അത് ചെറിയ അനുഗ്രഹമല്ല. ബോഡിയുള്ള ആളാണ്, നല്ല ശരീരവും നല്ല ഗ്ലാമറും സമ്പത്തും എല്ലാം ഉള്ള ആളാണെങ്കിലും അയാൾക്ക് മക്കളെ അല്ലാഹു കൊടുത്തിട്ടില്ലെങ്കിൽ അയാളുടെ ഭീമൻ തടി കൊണ്ടോ പണത്തിന്റെ ചാക്ക് കൊണ്ടോ അയാൾക്ക് ഒരു സമാധാനവുമില്ല. ഇബ്നു ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതേപോലെ തന്നെ ഇബ്നു അസാഖ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അതേ അൽ ഔലാദു ഖൽബുൽ ഇൻസാൻ, മക്കൾ മനുഷ്യരുടെ ഖൽബാണ്. മറ്റൊരു ഹദീസിൽ കാണാം അൽ ഔലാദു കബിദുൽ ഇൻസാൻ, മക്കൾ മനുഷ്യരുടെ കരളാണ്. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ ചരിത്രം അറിയുമല്ലോ. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലുഖ്മാൻ ഹക്കീം തങ്ങള് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനോട് ഒരുപാട് ഉപദേശിച്ചതാ, പ്രിയപ്പെട്ട മകനോട് ഒരുപാട് ഉപദേശിച്ചതാ പരിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്. യാ ബുനയ്യ യാ ബുനയ്യ യാ ബുനയ്യ ലാ തുശ്രിക് ഫില്ലാഹ് എന്നിങ്ങനെ തുടങ്ങി അല്ലാഹുവിന് പങ്കു ചേർക്കാൻ പാടില്ല, നിന്റെ ഖൽബ് മോശമാവാൻ പാടില്ല, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബില്ലാഹി വഅബ്ദുല്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കണം, അവന് പങ്കു ചേർക്കാൻ പാടില്ല. അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം, ഗുണം ചെയ്യണം. അങ്ങനെ തുടങ്ങിയ അയൽവാസികളെ കടപ്പാട് വീട്ടണം, അതേ വലിയവരെ ബഹുമാനിക്കണം. ഇങ്ങനെ എത്ര ഉപദേശമാണ് ഖുർആനിൽ ലുഖ്മാൻ ഹക്കീം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകനോട് പറഞ്ഞത്. ആ ലുഖ്മാൻ ഹക്കീം തങ്ങൾ തന്റെ മകൻ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോ എഴുന്നേറ്റ് നിന്ന് അതാ കണ്ണിൽ നിന്ന് ധാരധാരയായി വെള്ളമൊലിക്കുകയാണ്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞ വാക്കെന്താണ്?
എന്റെ കരള് മുറിഞ്ഞു എന്നാണ്. ഹയാത്തു അഹ്വാൻ എന്ന ഗ്രന്ഥത്തിൽ ഇത് കാണാം. എന്റെ കരള് മുറിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പൊ കരളിന്റെ സ്ഥാനത്താണല്ലോ മക്കൾ. ഞാൻ ചോദിക്കട്ടെ, എന്റെ സ്വന്തം വകയുള്ള ചോദ്യമല്ല. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മഹുല്ലാ ചോദിക്കുകയാണ്, ഓ മനുഷ്യ, മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു സമ്മാനിച്ചു തന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ ഒരു 5 മിനിറ്റ് തീയിലിടാൻ നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുമോ? എന്തൊരു ചോദ്യമാണ്! സമ്മതിക്കുമോ? എന്ന ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, സമ്മതിക്കുമോ രക്ഷിതാക്കളെ? നമ്മുടെ മക്കളിൽപ്പെട്ട ഒരാളെ ഒരു 5 മിനിറ്റ് തീയിലിട്ട് തരാം, നിങ്ങൾക്ക് 1 കോടി രൂപ തരാം. ബുദ്ധിയുള്ള വിവേകമുള്ള മുസ്ലിമീങ്ങളെ, നമുക്കതിന് സമ്മതിക്കാൻ പറ്റുമോ? ഒരാളുടെയും ഖൽബിന് അത് സമ്മതിക്കൂല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസാണ്, നിന്റെ മക്കൾ നീ ശ്രദ്ധിക്കാത്ത കാരണം കൊണ്ട്, നിനക്ക് ദീനിയായ അറിവ് പകർത്തി കൊടുക്കാത്ത കാരണം കൊണ്ട്, മോളെ, നിന്റെ മടിത്തട്ട് മുതൽ അവനിക്ക് നീ പകർത്തി കൊടുത്തത്, നിന്റെ അമ്മിഞ്ഞിപ്പാല് ഇമ്പിയെടുക്കുന്ന ഒപ്പിയെടുക്കുന്ന സമയത്തോ, നിന്റെ മടിയിൽ കാറ്റിക്കൊയും മൂത്രിക്കൊയും ചെയ്യുന്ന ആ സമയത്ത് പോലും നിന്റെ കുഞ്ഞിനെ നീ സമയം ചെലവഴിച്ചത്, നിന്റെ കുഞ്ഞിനെ നീ താരാട്ട് പാട്ടി ഉറക്കിയത്, നിന്റെ കുഞ്ഞിന്റെ ഇളം മനസ്സിലേക്ക് നീ പറഞ്ഞു കൊടുത്തത്, അത് മുതൽ അവൻ കഫംപുടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് വരെയുള്ള എന്തൊക്കെ രംഗങ്ങളുണ്ടോ, അതിന് മുഴുവനും നാളെ റബ്ബിന്റെ കോടതിയിൽ മാതാപിതാക്കളാകുന്ന നമ്മൾ കണക്ക് പറയേണ്ടി വന്നാൽ, അവിടെ വെച്ച് നമ്മുടെ അശ്രദ്ധ കാരണം, നമ്മുടെ അവിവേകം കാരണം നമ്മുടെ കുഞ്ഞ് അതാ കത്തിജ്വലിക്കുന്ന നരകത്തിൽ പെട്ടുപോയാൽ ഇത് സഹിക്കാൻ പറ്റുമെന്നാണോ നീ പറയുന്നത്? എങ്കിൽ ഞങ്ങൾക്ക് നിന്നോട് വാദം പറയേണ്ട ആവശ്യമില്ല. ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു, നീ ഒരു ഉപദേശവും കേട്ടിട്ട് കാര്യമില്ല. കാരണം നിന്റെ ഖൽബിൽ ഈമാനില്ല.